ഇപ്പോൾ ലോറിയുടെ ഉടമ മനാഫ് കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. മനാഫ്, ഈ തടി കഷ്ണങ്ങൾ എവിടെയാണ് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു വലിയ സംശയമുണ്ടായിരുന്നു. അതിപ്പോൾ 8 കിലോമീറ്റർ അകലെ നിന്നും കണ്ടെത്തിയിരിക്കുകയാണ്. എന്താണ് ഈ നിമിഷം താങ്കൾക്ക് ഈ രക്ഷാദൗത്യത്തിനെ കുറിച്ച് പറയാനുള്ളത്? ഇല്ല, അവിടെ തടി കണ്ടെത്തിയത് മാധ്യമങ്ങളിൽ കണ്ട് അനിയൻ കൊണ്ടുപോയി കാണിക്കണ്ടേ എല്ലാരും. തടി അവിടെ ഉണ്ട്. അതില് 4 കഷ്ണത്തോളം തടി നമ്മളതാ. അതായത് ഈ PA1 എന്ന് പറയുന്ന അക്കേഷ്യ മരങ്ങളാണെന്നാണ് അറിയുന്നത്. അപ്പോൾ സ്വാഭാവികമായും ലോറി എവിടെയുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കത്തിന്റെ ആവശ്യം ഇനിയില്ല എന്ന് തോന്നുന്നു, അല്ലേ? ഇവിടെ ഉള്ളത് ഇപ്പൊ വേറെ ഏതോ ഒരു ചാനലിൽ കേട്ട് 3 കഷ്ണം അയക്കണ് വണ്ടി എന്നൊക്കെ കേൾക്കാണ്. എന്താ ഒരു ഐഡിയ ഇല്ല എന്താ സംഭവിച്ചതെന്നുള്ളത്. താങ്കൾ ഷിരൂരിലേക്ക് പോകുന്നുണ്ടോ? ഞാനിപ്പോ ഡിസ്ചാർജ് ആയി വീട്ടിലെത്തിക്കണ്. പിന്നെ ഇന്നെക്കൂട്ട് കഴിയണതിന്റെ പരമാവധി ഞാൻ ചെയ്ത് കഴിഞ്ഞിരിക്കണം. ഇനി അവിടെ ഒരു വണ്ടി എങ്ങനെയും പുറത്തേക്ക് എടുക്കുക എന്നുള്ളതാണ്. പിന്നെ എന്താ പറയുക, കൂടുതൽ അവിടെ ഒന്നും ചെയ്യാനില്ല എന്നെ കൊണ്ട്. ഈ രക്ഷാദൗത്യത്തിൽ ഉള്ള ഒഫീഷ്യൽസ് ആരെങ്കിലും താങ്കളോട് ഔദ്യോഗികമായി സംസാരിച്ചോ ഈ ലോറിയെ കുറിച്ച് എന്തെങ്കിലും, അതിന്റെ ഒരു പൊസിഷനെ കുറിച്ചോ? വിളിച്ചും കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ബന്ധപ്പെട്ടിനു. പിന്നെ ഇപ്പൊ ഈ മാധ്യമത്തിൽ വരുന്ന കാര്യത്തിലല്ലാതെ വേറെ ഒന്നും എക്സ്ട്രാ ഒന്നും അവരെ ഭാഗത്തുനിന്ന് ഒന്നും പറയുന്നില്ല. സാധനം ഞാനും പറയണത് വണ്ടി ആദ്യം പുറത്തേക്ക് എടുക്കി. അതിന്റെ പൊസിഷൻ എവിടെ, ആദ്യം ക്യാബിന് പുറത്തേക്ക് എടുക്കി. അത് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഒരു വ്യക്തത വരിക. അല്ല, ന്യൂസ് ചാനലിലൊക്കെ പല രൂപത്തിൽ വരുന്നുണ്ട്. ഞാൻ അവിടെ സ്പോട്ടിൽ ഇല്ല. അപ്പം 3 പീസായി എന്നൊക്കെ പറയുമ്പോ അതിന്റെ ഷോക്കാണ്. അല്ല, അതാണ് ഞാൻ ചോദിച്ചത്. അവിടുത്തെ ഒഫീഷ്യൽസ് ആരെങ്കിലും താങ്കളെ ഔദ്യോഗികമായി ബന്ധപ്പെട്ടോ? ഇതിപ്പോൾ ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിലാണല്ലോ പല മാധ്യമങ്ങളിലും വാർത്ത വരുന്നത്. കുറെ അധികം ഊഹാപോഹങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് ഇതിങ്ങനെ എന്താ പറയാ, ഒന്നും പറയാൻ കഴിയില്ല. എന്താ ചെയ്യാ? താങ്കളുടെ മാനസികാവസ്ഥ, അങ്ങയുടെ ദുഃഖം ഞങ്ങൾ മനസ്സിലാക്കുന്നു. വളരെയധികം നന്ദി കൈരളി ന്യൂസിൽ സഹകരിച്ചതിന്, സംസാരിച്ചതിന്.